ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതെന്തൊക്കെ സാധനങ്ങൾ അതിന് വേണം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ മാമ്പഴം, അത് തൊലി കളഞ്ഞെടുത്ത് നല്ല പഴുത്ത മാമ്പഴം വേണം. പിന്നെ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ. പിന്നെ നമുക്ക് താളിക്കേണ്ട സാധനങ്ങൾ വേണം. പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, പിന്നെ ജീരകം, പിന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടെ വേണം. പിന്നെ മോരും വേണം. നമുക്കിനി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അരക്കാൻ വേണ്ടി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും വേപ്പിലയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ചട്ടി വെക്കാം, അതിലോട്ട് മാമ്പഴം വെക്കാം, പെറുക്കി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് 10 മിനിറ്റ് വേവിക്കാം. നമ്മുടെ മാമ്പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് നല്ലോണം തിളച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം തിളക്കാൻ വേണ്ടി വെക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മോര് ഒഴിച്ച് കൊടുക്കാം. ഇനി അധികം തിളക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ പുളിശ്ശേരി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മോര് കറിയിലോട്ട് താളിച്ചിടാം. ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽമുളക്, വേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ കറിക്കൊരു നല്ലൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ആ ഒരു മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. നമുക്ക് താളിച്ച് നമ്മുടെ മോര് കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.